തൊഴിലാളി വാഹനങ്ങളുടെ അമിത വേഗതയിലുള്ള മരണപ്പാച്ചിൽ അത് നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിലിപ്പോൾ ഇടപെട്ടിരിക്കുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ടാക്സും ഇൻഷുറൻസും ഇല്ലാത്ത വാഹനങ്ങളാണ് ഇത്തരത്തിൽ മരണപ്പാച്ചിൽ നടത്തുന്നത്. കർശന പരിശോധന നടത്താൻ RTOയ്ക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. തൊഴിലാളികളുമായി അമിത വേഗത്തിൽ പായുന്ന വാഹനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് വാർത്തയോടാണ് മന്ത്രിയുടെ പ്രതികരണം. ഇൻഷുറൻസോ മറ്റ് സൗകര്യങ്ങളോ രജിസ്ട്രേഷനോ ഒന്നും ടാക്സോ ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഇവർക്ക് ഒരു നഷ്ടപരിഹാരം കിട്ടത്തില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് പ്രത്യേകിച്ച് മൂന്നാറിൽ ഓടുന്ന വണ്ടികളിലൊക്കെ ഇത് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പല രാജ്യങ്ങളും പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരും കേരളത്തിൽ നിന്ന് വരുന്നവരായ ഒരുപാട് യാത്രക്കാർ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അത് ഈ ടാക്സോ ഇൻഷുറൻസോ ഇല്ലാതെ ആരെങ്കിലും വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കും. റിപ്പോർട്ടർ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ഉടൻ തന്നെ നടപടി ഉണ്ടാകും. നാളെ മുതൽ തന്നെ തിങ്കളാഴ്ച മുതൽ തന്നെ എൻഫോഴ്സ്മെന്റും ഇടുക്കി RTOയും എൻഫോഴ്സ്മെന്റ് RTO എല്ലാവരും ചേർന്നുകൊണ്ട് എല്ലാ വണ്ടികളും ഒന്ന് പരിശോധിക്കാം. സന്ദീപ് രാജാക്കാടാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഗുഡ് ഈവനിംഗ് സന്ദീപ് രാജാക്കാട്. നമ്മൾ പുറത്തു കൊണ്ടുവന്ന ആ ദൃശ്യങ്ങളിൽ ഗതാഗത മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ഇടപെടലാണ് വാർത്ത. അതിൽ അടുത്ത ദിവസം തന്നെ പരിശോധനയും തുടങ്ങാൻ പോകുന്നു സന്ദീപ്. ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നമ്മൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു വാർത്ത. അത് വളരെ ഗൗരവമുള്ള ഒരു വാർത്തയായിരുന്നു. കാരണം തമിഴ്നാട്ടിൽ നിന്നടക്കം എത്തുന്ന തൊഴിലാളി വാഹനങ്ങൾ അമിത വേഗതയിൽ മരണപ്പാച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുമ്പ് നിരവധിയായിട്ടുള്ള അപകടങ്ങൾ നടന്ന നിരവധി തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചൂണ്ടിക്കാണിച്ചത് ഈ തമിഴ്നാട്ടിൽ നിന്നടക്കം വരുന്ന വാഹനങ്ങൾക്ക് വേണ്ടവിധ പേപ്പർ ഭാഗങ്ങൾ കറക്റ്റ് അല്ല എന്നുള്ളതാണ്. ഇൻഷുറൻസും ടാക്സും ഇല്ലാത്ത വാഹനങ്ങളിലാണ് ഈ തൊഴിലാളികളെ കൊണ്ടുവരുന്നത് എന്നുള്ള ഗുരുതരമായ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ വാർത്ത പുറത്തു വന്നപ്പോഴാണ് അതിലിപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഇത്തരം വാഹനങ്ങൾ പൂർണ്ണമായി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പോലും ഈ വാഹനങ്ങൾ പരിശോധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ ഒരു ഓപ്പറേഷൻ വരുന്നു. സന്ദീപ് രാജാക്കാട്, നമുക്കും ഈ വാർത്ത ഫോളോ അപ്പ് ചെയ്യാം. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി നമുക്കും ഈ കാര്യത്തിൽ സാമൂഹിക ഉത്തരവാദിത്തത്തോടെ മുന്നോട്ട് പോകാം. നിരത്തിലിറങ്ങുമ്പോൾ നമ്മുടെ ജീവൻ, അതോടൊപ്പം പൊതുനിരത്തിലിറങ്ങുന്ന മറ്റുള്ളവരുടെ ജീവൻ, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സമൂഹം എന്ന നിലയിൽ. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് എടുക്കാം ഒരു